ഹലോ ഗൈസ്, നിഗൂഢമായ ഒരു വഴിയിലൂടെ പോയിട്ട് കുട്ടും കാടാണ് ഇവിടെ. ഞങ്ങളിവിടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ട് എന്ന് പറഞ്ഞ് രഹസ്യമായ ഒരു സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാടിൻ്റെ ഉള്ളിലാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകാം. പക്ഷേ കുട്ടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അധികം റിസ്ക് ഇല്ലാത്ത, ആനയൊന്നും വരാണ്ടെന്നാൽ മതി, അത് മാത്രമേ പേടിയുള്ളൂ. ഏത് സമയത്തും വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അട്ടയുണ്ട് കണ്ടമാനം. ഇത്രയും കൊടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു സാഹസിക പേടിയാകുന്നുണ്ട് എനിക്ക്, പക്ഷെ പോകാനും തോന്നുന്നു. ഇവിടെ മുതലയുണ്ട്, ആനയുണ്ട്, ചീങ്കണ്ണിയുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുലി ഇവിടെ ഒരുപാട് തവണ ആൾക്കാർ പുലിയെ കണ്ടിട്ടുണ്ട് ഇവിടെ. നല്ല തെളിനീര് പോലുള്ള വെള്ളം അല്ലേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ. ഇടുക്കാച്ചി വെള്ളച്ചാട്ടം. കൊടും കാട്ടിനുള്ളിൽ ഉള്ള ഒരു കുളിയാണിത്. നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത നീരുറവയാണ്. ഇവിടെ ചീങ്കണ്ണിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താണെന്നറിയില്ല. അപ്പം ഈ വെള്ളച്ചാട്ടത്തിലുള്ള എൻ്റെ വീഡിയോസാണ്. വെള്ളം നോക്കി, തെളിനീര്. ഈ സ്ഥലം ഞാൻ എന്തായാലും പറയില്ല, കാരണം മലവെള്ളപ്പാച്ചിലൊക്കെ ഏത് സമയത്ത് സംഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലം ഞാൻ പറയുന്നില്ല. വെള്ളച്ചാട്ടത്തിലെ വീഡിയോ. കണ്ടോ വെള്ളച്ചാട്ടം? കണ്ടോ വെള്ളച്ചാട്ടത്തിലെ അതിസാഹസികമായ വീഡിയോ. നല്ല ഒഴുക്കുണ്ട് ഇവിടെ. ആ ഒഴുക്കിനായതുകൊണ്ട് എനിക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ, ഒരു കൈ കൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ചീങ്കണ്ണി ഉണ്ടാവുന്ന കൂടുതൽ ആൾക്കാരും പറയുന്നത്. പേടിയുണ്ട്, അറ്റാക്ക് ഉണ്ടാവുമെന്ന്. എന്താ ഒഴുക്കല്ലേ, തെളിനീര് നോക്ക്. പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന വെള്ളം. എന്താ ഒഴുക്ക്, തെളിനീര്.
അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല. കാരണം മുതല ആന കൂടുതൽ ഞാനിവിടെ നിൽക്കുന്നില്ല. കാരണം വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണ്. പിന്നെ അതെല്ലാം മഴ പെയ്താൽ നല്ല വെള്ളം ഇത് വരും, മലവെള്ളപ്പാച്ചിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. തെളിനീര് നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊളിക്കും. മറ്റൊരു വീഡിയോയുമായി വരാം. ഞാനൊന്ന് ആസ്വദിച്ച് കുളിക്കട്ടെ. ഓക്കെ, ബായ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഗൈസ്, ഒരു സത്യം തുറന്നു പറയാം, ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പ്രദേശമൊന്നുമല്ല. ഒരിക്കലും നമുക്ക് ഫോറസ്റ്റിൽ പോയി വീഡിയോ എടുക്കാനോ പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലത്ത് പോയി കുളിക്കാനോ പാടില്ല. ഇത് ചെറിയൊരു തോടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് 3-4 പേര് തുണി വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേർ കുളിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഫോറസ്റ്റിൽ പോയി കാട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അനുവാദമില്ലാതെ വീഡിയോ എടുത്താൽ അത് ക്രിമിനൽ കുറ്റമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലത്ത് പോകാനോ അവിടെ നിന്ന് അവരുടെ ആവാസ വ്യവസ്ഥയിൽ പോയി വീഡിയോ എടുക്കാനോ ഒരിക്കലും പാടില്ല. പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുമ്പോൾ രണ്ടാമത് മലവെള്ളപ്പാച്ചിൽ നല്ല ഏത് സമയത്ത് വരും. ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തമായ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം അവിടെ ഇറങ്ങുക. കാരണം ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഈ പ്രദേശത്തുള്ളവരോട് ചോദിച്ചു.